വെൽക്കം ടു എഡീന അക്കാഡമി. എഡീന അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് പുതിയ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 13/2025. ഓപ്പണിംഗ് ഡേറ്റ് 12/2/2025 ആണ്. ക്ലോസിംഗ് ഡേറ്റ് 9/3/2025. 19/2/2025 നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതിൽ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 9/3/2025 വരെയാണ്. Name of PSU or Department, Industries and Commerce Department. Name of post, Business Development Service Provider, Kollam District. Number of vacancy വരുന്നത് 34 ആണ്. പോസ്റ്റ് ടൈപ്പ് കോൺട്രാക്റ്റ് ആണ്. കൺസോളിഡേറ്റ് പേ ആണ് 23,000 ആണ്. കൺസോളിഡേറ്റ് പേ ആയിട്ട് ലഭിക്കുന്നത്. വേക്കൻസി 34 വേക്കൻസി. കൊല്ലം ജില്ലയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. കമ്പനി പ്രൊഫൈല് കൊടുത്തിട്ടുണ്ട്. ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സസ്, ഫങ്ഷണൽ ആം ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് ഓഫ് കേരള ടു പ്രൊമോട്ട് മൈക്രോ, സ്മാൾ ആൻഡ് മീഡിയം എന്റർപ്രൈസ് ഇൻ ദി സ്റ്റേറ്റ്. Directorate has engaged in identification and skill development of entrepreneurs, providing infrastructure support, extending assistance to get license and clearance, providing financial assistance through various schemes, helping identify marketing avenues, dispute resolution, and revive the rehabilitate the stressed and defect units. Job and responsibility. Business development service provider will be responsible for providing strategic support and business development service to micros, small and medium enterprises, MSMEs in Kerala under the RAMP, Raising and Accelerating MSME Performance Scheme. BDSP will work closely with entrepreneurs, industry stakeholders and government agencies to enhance MSME growth, sustainability and market competitiveness. BDSPയുടെ ജോലി എന്ന് പറയുന്നത് MSMEനും സ്മാൾ മീഡിയം എന്റർപ്രൈസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുക, അതുവഴി ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. എലിജിബിലിറ്റി നോക്കാം. ഒന്ന്, ക്വാളിഫിക്കേഷൻ റെഗുലർ ഫുൾ ടൈം BTech അല്ലെങ്കിൽ MBA ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ. റെഗുലർ പഠനത്തിന് ശേഷമുള്ള BTech അല്ലെങ്കിൽ MBA, അംഗീകൃത യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള MBA. Candidate who have completed the course under regular scheme need only apply. Candidate who have completed the course under regular scheme need only apply. റെഗുലർ സ്കീമിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർ മാത്രം ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഒന്നും ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഏജ് ലിമിറ്റ് മാക്സിമം ഏജ് ഓഫ് 35 years ഓൺ ദി ഡേറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻ. Desirable prior work experience is desirable. Special note, the selection process is district wise and the candidate shall apply only for one district for appointment. The selection will be based on
written test and interview. The selection district wise ആണ് സെലക്ഷൻ വരുന്നത്. കാൻഡിഡേറ്റ് ഒരു ജില്ലയിൽ മാത്രം അപ്ലൈ ചെയ്യാൻ മതി. സെലക്ഷൻ വരുന്നത് റിട്ടൺ ടെസ്റ്റിന്റെ ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ആപ്ലിക്കേഷൻ ഫീ ജനറൽ കാറ്റഗറി 200 രൂപയാണ്. SC/ST കാൻഡിഡേറ്റിനും 50 രൂപയാണ്. SC/ST കാൻഡിഡേറ്റ് മാത്രമേ ഫീസുകളുള്ളൂ. അവർക്ക് 50 രൂപയും മറ്റെല്ലാ കാറ്റഗറിക്കും 200 രൂപയാണ് ഫീസ് വരുന്നത്. ആപ്ലിക്കേഷൻസിനുള്ള നിർദ്ദേശങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ യോഗ്യരാണെന്ന് സ്വയം പരിശോധിച്ച് മനസ്സിലാക്കിയ ശേഷം അപ്ലൈ ചെയ്യുക. Candidate shall submit their application via online mode only. Application submitted via any other medium will be summarily rejected. ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത് കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ വെബ്സൈറ്റ് വഴി വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയ ശേഷം പ്രൊഫൈൽ വഴി അപേക്ഷിക്കാവുന്നതാണ്. Candidate must upload their essential qualification, essential experience certificate while applying. Those who fail to upload the certificate shall be summarily rejected. Candidate should provide a valid email ID and mobile number, as all correspondence pertaining to recruitment will be communicated by email address and mobile number provided at the time of filling online applications. Last session, the upper age limit is applicable to the eligible candidate as per rules. കാറ്റഗറി നമ്പർ 13/2025 ആണ്. എയിം ഓഫ് പോസ്റ്റ് ബിസിനസ് ഡെവലപ്മെന്റ് സർവീസ് പ്രൊവൈഡർ, കൊല്ലം ഡിസ്ട്രിക്ട്. കൊല്ലം ജില്ലയിലേക്കുള്ള ഒഴിവാണ് വന്നിരിക്കുന്നത്. എല്ലാ ജില്ലയിലും ഇതുപോലെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അത് അപ്ലൈ ചെയ്യുന്നതാണ്. ഇത് കൊല്ലം ജില്ലയിലേക്ക് വിളിച്ച നോട്ടിഫിക്കേഷനാണ്. കാറ്റഗറി നമ്പർ 13 ആണ്. കേരളത്തിലെ എല്ലാ ജില്ലയിലും ഇതുപോലെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഒരു ജില്ലയിൽ മാത്രമേ അപേക്ഷിക്കാൻ കഴിയുള്ളൂ. അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 9/3/2025. 9/3/2025 മുമ്പായിട്ട് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. Thanks for watching my video. Thanks for watching my channel. എഡീനെ അക്കാഡമിയുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ചാനൽ വീഡിയോസ് ലൈക്ക് ചെയ്യുക. ഒപ്പം കൂടുതൽ പേരിലേക്ക് എത്തിയതിനു വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ലിങ്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. ഡൗട്ടുകളും കമന്റായി രേഖപ്പെടുത്തുക. Thank you for watching my channel and thank you for watching my videos. Thank you.